ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലിൽ ഷിയർ ഫെയിലർ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഷിയർ സ്ട്രെങ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പം ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഷിയർ ഫെയിലർ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷിയർ ഫെയിലർ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷിയർ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഷിയർ ഫെയിലർ അനലൈസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം സോയിലിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാനാണ് നമ്മളവിടെ സ്ട്രെസ്സൊക്കെ കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഫെയിലറാണ് ഷിയർ ഫെയിലർ. ഷിയർ സ്ട്രെസ്സൊക്കെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഫെയിലറാണ് ഷിയർ ഫെയിലർ എന്ന് പറയുന്നത്. അത് എന്തിനാണ് അനലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയാണ് ഷിയർ ഫെയിലറിൻ്റെ ഉണ്ടാകുന്ന പ്ലെയിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ ഷിയർ ഫെയിലർ അനലൈസ് ചെയ്യാനുള്ള മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം ഷിയർ ടെസ്റ്റ് ഓൺ സോയിൽ എന്ന് പറയുമ്പോൾ രണ്ട് ഷിയർ ടെസ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഒന്ന് കൺസോൾട്ടേഷൻ സ്റ്റേജും മറ്റേത് ഷിയറിങ് സ്റ്റേജും. അപ്പോൾ ഈ രണ്ട് സ്റ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷിയർ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്താണെന്നും ഷിയറിങ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ സ്ട്രെസ്സ് സോയിലിൽ അപ്ലൈ ചെയ്യുന്നതാണ് കൺസോൾട്ടേഷൻ സ്റ്റേജ്. രണ്ടാമത്തത് ഷിയറിങ് സ്റ്റേജ്, അത് ഷിയർ സ്ട്രെസ്സ് സോയിലിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഷിയറിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഓരോ പാർട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ നോർമൽ സ്ട്രെസ്സ് സോയിലിൽ അപ്ലൈ ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സ് സോയിലിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് എവിടെയാണോ ഫെയിലർ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഷിയർ സ്ട്രെസ്സ് കാരണമാണോ ഫെയിലർ സംഭവിക്കുന്നത്, ഏത് പ്ലെയിനിൽ കൂടെയാണ് ഫെയിലർ സംഭവിക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഈ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ഒരു സെക്ഷൻ. ആ സെക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വെച്ചോ. ആ ഫോഴ്സ് കാരണം ആ ഫോഴ്സ് നമ്മൾ ആ സെക്ഷനിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്യുമ്പം ആ സെക്ഷനിൽ നോർമൽ എന്ന് വെച്ചാൽ ആ ഒരു സെക്ഷനിൽ പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ സെക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നോർമൽ സ്ട്രെസ്, നോർമലി ആക്ട് ചെയ്യുന്നത്. രണ്ടാമത് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് ആ ഒരു സെക്ഷന് പാരലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മളൊരു സോയിലിൽ അതിൻ്റെ ഫെയിലർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോർമൽ സ്ട്രെസ്സ് യൂണിഫോംലിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജിന് കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്നും, രണ്ടാമത് നോർമൽ സ്ട്രെസ് അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഷിയർ സ്ട്രെസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മെയിൻലി ഫെയിലർ നടക്കുക. കാര്യം അവിടെ നമ്മൾ നോർമൽ സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത്തെ സെക്കൻഡ് ഫേസിലാണ് നമ്മൾ ഷിയർ സ്ട്രെസ്സ് പിന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ നോർമൽ സ്ട്രെസ്സ് കൊടുക്കുന്ന പേര് പറഞ്ഞു, രണ്ടാമത് കൊടുക്കുന്നത് ഷിയറിങ് സ്റ്റേജ് എന്നും പറയും. അപ്പം ഫസ്റ്റത്തെ സ്റ്റേജ് നോർമൽ സ്ട്രെസ്സ് കൊടുക്കുന്ന സ്റ്റേജ് കൺസോൾട്ടേഷൻ സ്റ്റേജും, സെക്കൻഡ് വൺ ഷിയർ സ്ട്രെസ്സ് കൊടുക്കുന്ന സ്റ്റേജ് ഷിയറിങ് സ്റ്റേജ് എന്നും പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡ്രെയിനേജ് കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് സ്റ്റേജസിലും വെച്ചിട്ട് ഈ നമ്മൾ ഡ്രെയിനേജ് കൊടുക്കും. അതായത് വാട്ടർ അതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. ഡ്രെയിനേജ് എന്ന് വെച്ചാൽ സോയിലിൽ ആ പോറിൽ നമ്മൾ വാട്ടർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പോർസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലുള്ള സ്പേസസ്, ആ സ്പേസസിൽ കൂടെ വാട്ടർ മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രെയിനേജ് എന്ന്. അപ്പം ഈ ഡ്രെയിനേജ് നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പം ഈ രണ്ട് സ്റ്റേജസ് ഇല്ലേ, ഫസ്റ്റ് വൺ കൺസോൾട്ടേഷൻ സ്റ്റേജും സെക്കൻഡ് വൺ ഷിയറിങ് സ്റ്റേജ്, ആ രണ്ട് സ്റ്റേജസിൽ നമ്മൾ 3 ടൈപ്പ് ഡ്രെയിനേജ് കണ്ടീഷൻ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡ്രെയിനേജ് കണ്ടീഷൻ എന്ന് പറയുന്നത് അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്, അതല്ലെങ്കിൽ യു ടെസ്റ്റ് എന്ന് പറയും. സെക്കൻഡ് വൺ കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ CU ടെസ്റ്റ് എന്ന് പറയും. തേർഡ് വൺ കൺസോൾട്ടേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ CD ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്തുവാണ് ഇതിലെല്ലാത്തിലും മെയിൻ കോമൺ ആയിട്ടുള്ള നെയിമാണ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ. കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ എന്തോന്ന്, കൺസോൾട്ടേഷനും കംപ്രഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും കംപ്രസിബിലിറ്റി പ്രോസസ്സാണ്. പക്ഷേ കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പോർ എന്ന് പറയുന്ന സോയിലിൻ്റെ ഇടയിലുള്ള സ്പേസസിന് നമ്മൾ നോർമലി പോഴ്സ് എന്നാണ് സോയിലിൽ പറയുക. ആ പോറിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്ത് അതിനെ നമ്മൾ
കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള എയർ പാർട്ടി, അതിൻ്റെ ഇടയിൽ എന്തായാലും പോഴ്സിൻ്റെ ഇടയിൽ വാട്ടറും എയറും കൂടെ എപ്പോഴും അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ ഈ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള എയർ പുറത്ത് ഇജക്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ പ്രോസസ്സിനാണ് നമ്മൾ കംപ്രഷൻ എന്ന്. നമ്മൾ ഫോഴ്സ് കൊടുത്ത് തന്നെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാട്ടർ ഇജക്റ്റ് ചെയ്യുന്നത് അതൊരു സ്റ്റോപ്പ്. കംപ്രഷൻ ഒരു ക്വിക്ക് പ്രോസസ്. നോർമലി കൺസോൾട്ടേഷനെ കാട്ടിയും ഫാസ്റ്റ് പ്രോസസ്സാണ് കംപ്രഷൻ. പക്ഷേ കൺസോൾട്ടേഷൻ ഒരു സ്ലോ പ്രോസസ്സാണ്. അത് ഈ പോറിൻ്റെ ഇടയിലുള്ള വാട്ടർ ഇജക്റ്റ് ചെയ്ത് പോകും. അപ്പം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എയർ ഇജക്റ്റ് ചെയ്ത് പോകുന്നതും കൺസോൾട്ടേഷൻ സ്ലോ പ്രോസസ്സ് വഴി വാട്ടർ ഇജക്റ്റ് ചെയ്ത് പോകുന്നതുമാണ്. അപ്പോഴതാണ് ഈ കംപ്രഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം. അത് ഇനിയുള്ള ഇതിൽ നമ്മൾ നോക്കാം, ഇത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യു ടെസ്റ്റ്? രണ്ടും കൺസോൾട്ടേറ്റഡ് അല്ല, അൺകൺസോൾഡ്. അപ്പോൾ കൺസോൾട്ടേഷനാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഡ്രെയിൻഡ് അല്ല, അൺഡ്രെയിൻഡ് ആണ്. അപ്പം ഡ്രെയിനേജ് നടക്കും. അപ്പം നമ്മൾ അപ്പം നമുക്ക് നോക്കാം. ഡ്രെയിനേജ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ കൺസോൾട്ടേഷൻ ആൻഡ് ഷിയർ സ്റ്റേജ്. ഞാൻ പറഞ്ഞു ഈ 3 ഡ്രെയിനേജ് കണ്ടീഷനും ഏത് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ 2 സ്റ്റേജ് ഉണ്ടല്ലോ, കൺസോൾട്ടേഷൻ സ്റ്റേജും ഷിയർ സ്റ്റേജ്. അതായത് നോർമൽ സ്ട്രെസ് കൊടുക്കുന്ന സ്റ്റേജ് കൺസോൾട്ടേഷൻ സ്റ്റേജും ഷിയർ സ്ട്രെസ് കൊടുക്കുന്ന സ്റ്റേജ് ഷിയർ സ്റ്റേജ്. അപ്പം ഈ അൺകൺസോൾട്ടേറ്റഡ് അൺട്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യു ടെസ്റ്റിൽ ഈ വിത്ത് റെസ്പെക്റ്റ് ആ 2 സ്റ്റേജസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്രെയിനേജ് പെർമിറ്റ് ചെയ്യുകയില്ല. കാര്യം കൺസോൾട്ടേഷൻ സ്റ്റേജിലും പെർമിറ്റ് ചെയ്യില്ല, ഷിയർ സ്റ്റേജ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്റ്റേജിലും പെർമിറ്റ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CU ടെസ്റ്റ്? അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഡ്രെയിൻഡ് എന്തോ അൺഡ്രെയിൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രെയിനേജ് എന്താ ഇവിടെ? അപ്പോൾ നമുക്കറിയാം ഇതിൽ ഏതോ ഒരു സ്റ്റേജിൽ മാത്രമേ പെർമിറ്റഡ് ആവുള്ളൂ. അപ്പോൾ എന്താണ്? ഡ്രെയിനേജ് ആർ പെർമിറ്റഡ് ഇൻ കൺസോൾട്ടേഷൻ സ്റ്റേജ്. ഡ്രെയിനേജ് ഏതിൽ പെർമിറ്റഡ് ആണ്? കൺസോൾട്ടേഷൻ സ്റ്റേജിൽ പെർമിറ്റഡ് ആണ്. അതാണ് കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CU ടെസ്റ്റ്. അപ്പം മറ്റേ സ്റ്റേജ് ഷിയറിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്റ്റേജ് എന്നും പറയുന്നത്. അപ്പം ഷിയറിംഗ് സ്റ്റേജിൽ എന്ത് ചെയ്യത്തില്ല? ഡ്രെയിനേജ് പെർമിറ്റഡ് അല്ല. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൺസോൾട്ടേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CD ടെസ്റ്റ്. അത് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, ഡ്രെയിനേജ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ കൺസോൾട്ടേറ്റഡ് സ്റ്റേജിലും ഷിയറിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഷിയർ സ്റ്റേജിലും ഈ ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ്. അപ്പം കൺസോൾട്ടേഷനിലും ഷിയറിംഗ് സ്റ്റേജിലും ഈ ഡ്രെയിനേജ് പെർമിറ്റഡ് ആണെന്ന് പറയുന്നതാണ് കൺസോൾട്ടേറ്റഡ് ഡ്രെയിനേജ് ടെസ്റ്റ് അല്ലെങ്കിൽ CD ടെസ്റ്റ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ടൈം നോക്കാം. ഈ അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റിൽ ഡ്രെയിനേജ് പെർമിറ്റ് എല്ലാം ക്വിക്ക് ടെസ്റ്റ് പെട്ടെന്ന് നടക്കുന്നതാണ്. ഇവിടെ അതിലെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 to 10 മിനിറ്റ്സ് ആണ് ഈ അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. ഇനി യു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം, യു ടെസ്റ്റ് നടക്കുന്നത്. അടുത്ത് CU ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡ്രെയിനേജ് പെർമിറ്റ് ആവും, കുറച്ചും കൂടെ സമയം എടുക്കും, 1 to 3 days. മറ്റേത് കൺസോൾട്ടേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? കുറച്ചും കൂടെ സമയം എടുക്കും. കാര്യം 2 സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് ആവും, 1 week ആവും. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് അനാലിസിസ്, പെട്ടെന്ന് നടക്കും. ഷോർട്ട് അനാലിസിസ്, സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയുള്ള സോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാര്യം ഡ്രെയിനേജ് 2ലും പെർമിറ്റഡ് അല്ലാതെ കുറച്ച് സമയം പെട്ടെന്ന് ചെയ്തെടുക്കാം. 5 to 10 minutes അല്ലേ പറഞ്ഞത്, അപ്പോൾ അത്രയും സമയത്തിൽ ചെയ്തെടുക്കുക. പക്ഷേ CD ടെസ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം സ്റ്റെബിലിറ്റി അനാലിസിസ്. ഇതിന് 2നും നടുക്ക് വയ്ക്കുന്നതാണ് കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് CU ടെസ്റ്റ്. മറ്റേതെന്താ? കൺസോൾട്ടേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റാണ് CD ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ടെസ്റ്റ് അതായത് CU ടെസ്റ്റിൽ എന്താണ്? ഇതിൽ വാട്ടർ ലെവലൊക്കെ ഈ കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റിൽ വാട്ടർ ലെവൽ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അതിൻ്റെ സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത്ര തന്നെയാണ് ഈ 3 ഡ്രെയിനേജ് കണ്ടീഷൻ 2 സ്റ്റേജിനെ ബേസ് ചെയ്ത് പറയുന്നത്. അടുത്ത് നമ്മൾ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ ഷിയർ ഫെയിലിയർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ഷിയർ ഫെയിലിയർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന 4 ടെസ്റ്റാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ടെസ്റ്റാണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, സെക്കൻഡ് വൺ ട്രൈആക്സിയൽ ടെസ്റ്റ്,
തേർഡ് വൺ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, ഫോർത്ത് വൺ വെയിൻ ഷിയർ ടെസ്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം, ഡയറക്റ്റ് ഷിയർ. ഇതൊക്കെ ലേബിൾ ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെരിമെൻറ്റും ആണ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചുരുക്കത്തിൽ എഴുതിയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ചേർത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിലൊരു മെറ്റാലിക് ബോക്സ് ആണ്, ആക്ച്വലി അതൊരു സ്പ്ലിറ്റ് ബോക്സ് ആണ്. രണ്ടൊരു എന്താ പറയുന്നത്, ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള രണ്ട് റെക്റ്റാങ്കുലർ ക്യൂബോയിഡ് പീസസ് ആണ്. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഞാൻ ഫിഗർ താഴെ ഇടാൻ നോക്കിയാൽ മതി. രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ അടിയിലൊരു പോറസ് പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സോയിൽ സാമ്പിൾ ഇട്ട് അതിൻ്റെ മുകളിൽ വേറെ പോറസ് പ്ലേറ്റ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. താഴെ ഞാൻ ഫിഗർ ഇടാൻ നോക്കിയാൽ മതി. ഇപ്പോൾ ആ മെറ്റാലിക് ബോക്സിൻ്റെ വോളിയം 60/60/25 ഈ വാല്യൂ തന്നെന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ചിലപ്പം നമുക്കതിൽ വോളിയം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. ആ ആവശ്യം വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതാണ് എന്തോന്ന്, ഈ വാല്യൂ. അപ്പോൾ ഈ 60/60 എന്ന് പറയുന്ന വാല്യൂ ആ ഏരിയ എങ്കിലും ഓർത്ത് വെച്ചിരിക്കണം. അതുകൊണ്ടാണ് അത് തന്നിരിക്കുന്നത്. അപ്പോൾ മെറ്റാലിക് ബോക്സ് ആണെന്ന് അറിയാം. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60/60/25 mm. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 60/60/25 mm. ഏരിയ എന്ന് പറഞ്ഞാൽ 60/60 ആണെന്ന് പറയാം. അടുത്ത് ഇതിൽ ബോട്ടം ഫിക്സ്, ഞാൻ പറഞ്ഞില്ല രണ്ട് സ്പ്ലിറ്റ് ബോക്സ്, അതിൽ ബോട്ടം ഫിക്സ് ആണ്, പക്ഷേ അപ്പർ മൂവിങ് എന്നാണ് പറയുന്നത്. നമുക്ക് മാറ്റാൻ ചെയ്യാം. പിന്നെ ആ അപ്പർ എടുത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ആ ലോഡ് വെച്ചിട്ട് അനുസരിച്ച് ഡയൽ ഗേജ് റീഡിങ് നോക്കുന്നതാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഞാൻ ഫിഗർ കൊടുത്തേക്ക്, നിങ്ങൾ നോക്കിയാൽ മതി. ഈ സോയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും. ഞാൻ ഫിക്സ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി ഫിൽഡ് ആണ്. ആൻഡ് ഷിയർ ലോഡ് ഈസ് അപ്ലൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് നോർമൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ രണ്ട് സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ആദ്യം നോർമൽ സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും, ഷിയർ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഷിയർ ലോഡ് എന്ത് ചെയ്യും, നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എവിടെയാണ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അത് ഫെയിലർ, ആ ഫെയിലർ നടക്കുന്നതിൻ്റെ ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു ഷിയർ സ്ട്രെസ്സ് നമ്മൾ നോട്ട് ചെയ്യണം. ഡയൽ ഗേജ് റീഡിങ് നോക്കണം. അപ്പം ഈ ഷിയർ സ്ട്രെസ്സ് എത്ര കൊടുത്തു, അതേപോലെ എത്ര നോർമൽ സ്ട്രെസ് നമ്മൾ കോൺസ്റ്റൻ്റ്, എവിടെ വെച്ചിട്ടാണ് ഷിയർ സ്ട്രെസ് നമ്മൾ ഇൻക്രീസ് ചെയ്തതിൻ്റെ വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആണ് നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ. അതേപോലെ ഫെയിലർ സംഭവിക്കുന്ന വരെയുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എടുത്ത് ഫെയിലർ സംഭവിക്കുന്ന അവിടെ വെച്ചിട്ട് ആ ഷിയർ സ്ട്രെസ് വാല്യൂ നിർത്തും. നോർമൽ സ്ട്രെസ് എല്ലാം നോട്ട്, ഓരോ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത്ര ഈ ടൈമിൽ ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഓരോ ടൈമിൽ കൊടുത്ത് ആ വാല്യൂസൊക്കെ എഴുതി അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. അതിൽ വെച്ചിട്ട് നമുക്ക് കൊഹീഷനും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, കൊഹീഷൻ മീൻസ് C ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഫൈ ആയിട്ടാണ് ഡിനോട്ട്. അത് വെച്ചിട്ട് നമ്മൾ പഠിച്ച ഷിയർ ഇക്വേഷൻ ഉണ്ട്, എന്തോന്നാണ്, ഷിയർ സ്ട്രെസ് ഈക്വൽ ടു C പ്ലസ് നോർമൽ സ്ട്രെസ് ഇൻറ്റു ടാൻ ഫൈ മീൻസ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. അപ്പോൾ ആ സിയും ഫൈയും നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് ഒരുപാട് ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും വാല്യൂ വെച്ചാൽ അത് രണ്ടും വെച്ചിട്ട് രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. അപ്പം രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് വെച്ചാൽ അപ്പം ഫിഗർ താഴെ കൊടുത്തിരിക്കുക, നോക്കിയാൽ മതി. ഫസ്റ്റത്തേന് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. അടുത്തതെന്ന് വെച്ചാൽ രണ്ടാമത്തെ നോക്കാം. അടുത്തത് ട്രൈ ആക്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ടൈപ്പ് സോയിലും അതാണ് ട്രൈ ആക്സൽ ടെസ്റ്റ്. ചിലപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിക്കുക, അതും കൂടെ നോട്ട്. ഈ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിലൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അത് നിങ്ങൾ എക്സ്ട്രാ നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് കുറച്ച് പോയിന്റ് വെച്ച് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ട്രയാക്സൽ ടെസ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് ഇതിൽ തന്നെ പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സോയിലിൽ കൊടുക്കാൻ പറ്റും, അത് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ആകെ നമുക്ക് 3 ഡ്രെയിനേജ് കണ്ടീഷനിൽ ആ 3 ഡിഫറെൻറ്റ് ഡ്രെയിനേജ് കണ്ടീഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സോയിൽ സാമ്പിളിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, H ഈക്വൽ ടു 2.5D. അപ്പോൾ H ഈക്വൽ ടു 2.5 എന്നാണ്. H ഈക്വൽ ടു 2.5D, H ഈക്വൽ ടു 2.5 മറക്കരുത്. അപ്പം D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സോയിൽ സാമ്പിളാണ്. എന്താണ് D? ഡയമീറ്റർ ഓഫ് സോയിൽ സാമ്പിളിൻ്റെ ഡയമീറ്ററാണ് D എന്ന് പറയുന്നത്. അത് പ്രോബ്ലം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പക്ഷേ എക്സാമിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ വിത്ത് ഫിഗർ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പ്രോബ്ലവും ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പം
ഇതിൽ പറയുന്ന ഡ്യൂറിങ് കൺസോൾട്ടേഷൻ സ്റ്റേജ് സെൽഫ് പ്രഷർ ഓർ കൺഫൈനിങ് പ്രഷർ ഈസ് അപ്ലൈഡ് ബൈ സറൗണ്ടിങ് വാട്ടർ ഓൺ സോയിൽ സാമ്പിൾ. അപ്പം ഇതിൽ പറയുന്ന രണ്ട് വേർഡ്സ് ആണ് സെൽഫ് പ്രഷറും കൺസോൾട്ടേഷൻ സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷറും. സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഈ സോയിൽ സാമ്പിളിൻ്റെ ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് രണ്ട് സ്റ്റേജസ് അറിയാം. ഒന്ന് കൺസോൾട്ടേഷൻ സ്റ്റേജും ഷിയറിങ് സ്റ്റേജും. അപ്പം ഈ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമ്മൾ ഏതൊക്കെ ഫോഴ്സസ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് പഠിച്ചത്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. അപ്പം ഇവിടെ വന്നിട്ട് കൺസോൾട്ടേഷൻ സ്റ്റേജിൽ അവിടെ നോർമൽ സ്ട്രെസ്സാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ പേരാണ് സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ എന്ന് പറയും. അത് നമ്മൾ സോയിൽ സാമ്പിളിൻ്റെ ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്യും. ആ സോയിൽ സാമ്പിളിലെ വാട്ടറിന് ചുറ്റും അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റാണ്. അപ്പം ഈസ് അപ്ലൈഡ് ബൈ ഡ്യൂറിങ് കൺസോൾട്ടേഷൻ സ്റ്റേജ് സെൽഫ് പ്രഷർ ഓർ കൺഫൈനിങ് പ്രഷർ ഈസ് അപ്ലൈഡ് ബൈ സറൗണ്ടിങ് വാട്ടർ ഓൺ സോയിൽ സാമ്പിൾ. അപ്പോൾ സോയിൽ സാമ്പിളിൻ്റെ സറൗണ്ടിങ് വാട്ടറാണ് ഈ പ്രഷർ എന്ത് ചെയ്യുന്നത്, ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഈ സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ കൊടുക്കുന്നത് ആരാണ്, ഈ സോയിൽ സാമ്പിളിന് ചുറ്റുമുള്ള വാട്ടർ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഷിയറിങ് സ്റ്റേജ്. ഈ ഷിയറിങ് സ്റ്റേജിൽ എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂറിങ് ഷിയറിങ് സ്റ്റേജ് ഡീവിയേറ്റഡ് സ്ട്രെസ് ഓർ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദ സോയിൽ ടിൽ ഫെയിലിയർ ടേക്സ് പ്ലേസ്. അപ്പം ഈ ഷിയറിങ് സ്റ്റേജിൽ വന്നിട്ട് ഡീവിയേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ, മറ്റേതിൽ ഷിയർ സ്ട്രെസ് പോലെ ഇവിടെ ഡീവിയേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, സോയിലിൽ അപ്ലൈ ചെയ്യും ടിൽ ഫെയിലിയർ ടേക്സ് പ്ലേസ്. മറ്റേ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമ്മൾ ഷിയർ സ്ട്രെസ് ഫെയിലറിൽ കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുക്കുന്ന ഡീവിയേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ പ്രഷറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡീവിയേറ്റഡ് സ്ട്രെസ് ഓർ ഡീവിയേറ്റഡ് പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷറും ഷിയറിങ് സ്റ്റേജിൽ എന്താണ് കൊടുക്കുന്നത്, ഡീവിയേറ്റഡ് സ്ട്രെസ് എന്ന് പറയും. അപ്പം ഓരോ ടെസ്റ്റിലും ഓരോ നെയിമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ സിഗ്മ സി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ സ്ട്രെസ് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്നതായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൺഫൈനിങ് പ്രഷർ ഡിനോട്ട് അല്ലെങ്കിൽ സെൽഫ് പ്രഷർ സിഗ്മ സിയും, ഡീവിയേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് പ്രഷർ സിഗ്മ ഡി എസ്. ഡീവിയേറ്റഡ് സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് സ്ട്രെസ് സിഗ്മ ഡി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ലാസ്റ്റ് രണ്ട് സ്റ്റേജും കൊടുത്തിട്ട് നമുക്ക് ടോട്ടൽ സ്ട്രെസ് ഉണ്ട്. ഈ ഷിയറിങ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഷിയറിങ് സ്റ്റേജ് ടോട്ടൽ സ്ട്രെസ് ഏതിൻ്റെയൊക്കെ സമമായിട്ട് വരും, ആദ്യം കൊടുത്ത് സെൽഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ പ്ലസ് രണ്ടാമത് കൊടുത്ത് ഡീവിയേറ്റർ സ്ട്രെസ്സിൻ്റെ സമ്മായിട്ട് വരും. അപ്പം ടോട്ടൽ സ്ട്രെസ് അറ്റ് ഷിയറിങ് സ്റ്റേജ് ഈക്വൽ ടു കൺഫൈനിങ് പ്രഷർ പ്ലസ് ഡീവിയേറ്റഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ, അത് ഈ കൺഫൈനിങ് പ്രഷർ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് കൊടുക്കുന്നത്. ഡീവിയേറ്റഡ് പ്രഷർ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കൊടുക്കുന്നത്. അത് രണ്ടുമാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ മേജർ പ്ലെയിനും പറഞ്ഞു, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് പറഞ്ഞു, മൈനർ പ്രിൻസിപ്പൽ പ്ലെയിന് പറഞ്ഞു, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് പറഞ്ഞു. അപ്പോൾ ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് എവിടെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതുപോലെ തന്നെ ഇവിടെ കൺഫൈനിങ് പ്രഷർ വെർട്ടിക്കൽ പ്ലെയിനിൽ കൊടുക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ സിഗ്മ സിയും സിഗ്മ 3 ആയിട്ടല്ലേ നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് പറഞ്ഞു. അപ്പം അത് രണ്ടും ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സിഗ്മ സിക്ക് വരെ സിഗ്മ 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ടോട്ടൽ സ്ട്രെസ്സിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. നമ്മൾ ടോട്ടൽ സ്ട്രെസ്സിന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ 1 എന്ന് പറയുന്നത്. സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടോട്ടൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു സിഗ്മ സി പ്ലസ് സിഗ്മ ഡി ആണ്. അപ്പം ഈ സിഗ്മ സിക്ക് വരെ സിഗ്മ 3 കയറ്റി എന്ത് ചെയ്യും, അപ്പം സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 3 പ്ലസ് സിഗ്മ ഡി. അപ്പം നമ്മൾ മെയിൻലി പ്രോബ്ലത്തിന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഈ സിഗ്മ ഡി ഒക്കെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് സിഗ്മ ഡീവിയേറ്റഡ് സ്ട്രെസ് ഈക്വൽ ടു മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പറഞ്ഞ ഇതിൽ കൊടുത്തിട്ടില്ല,
ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 2 ട്രയാക്സിൽ ഇക്വേഷനൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. ട്രയാക്സിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. അപ്പം ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഈക്വൽ ടു σ3, അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 2c ടാൻ ആൽഫ എന്ന് പറയുന്നത് കൊഹിഷനാണ്. അതിൽ ഈ ടാൻ സ്ക്വയർ ആൽഫ നമ്മൾ ഫ്ലോ വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്, N5 ആയിട്ടാണ് എടുക്കുന്നത്. ബാക്കി ഈ ഇക്വേഷനൊക്കെ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം നോക്കാം. പിന്നെ അതിൽ ആൽഫയുടെ വാല്യൂ, ആൽഫ എന്ന് പറയുന്നത് എന്തോന്നാണ്, ഈ ആൽഫ എന്ന് വെച്ചാൽ ഫെയിലർ പ്ലെയിൻ ഓഫ് സോയിൽ മേക്ക് ആൻ ആംഗിൾ ഓഫ് ഫെയിൽ. നമ്മൾ ഈ ഫെയിലർ ഫെയിലർ പ്ലെയിന് ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫയ്ക്ക് ഒരു വാല്യൂ ആണ്, അതായത് ആൽഫ ഈക്വൾ ആൽഫയും എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് എന്താ പറയുന്നത്, ഫെയിലർ പ്ലെയിൻ ഓഫ് സോയിൽ മേക്സ് ആൻ ആംഗിൾ, അതാണ് ആൽഫ. അതും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈയും തമ്മിൽ റിലേഷൻ ഉണ്ട്, അതായത് ആൽഫ ഈക്വൾ ടു 45 + 5/2 ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗറും താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ. പിന്നെ ഈ ട്രയാക്സൽ ടെസ്റ്റിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അഡ്വാൻറ്റേജ് കുറച്ചും കൂടെ വേഴ്സറ്റൈലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രെയിനേജ് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. പിന്നെ ഉണ്ടെങ്കിൽ അടുത്ത വേറൊരു ക്ലാസ് നോട്ടായിട്ട് എടുത്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഫിഗറും കൂടെ താഴെ നോക്കിക്കോളൂ. അടുത്ത അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റാണ്. അപ്പം ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ ഫിഗറും താഴെ നോക്കണം, ട്രയാക്സൽ ടെസ്റ്റിൻ്റെ ഫിഗറും താഴെ നോക്കണം. അടുത്ത അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, ഇത് കുറച്ചും കൂടെ പോപ്പുലറാണ്. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, അത് അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഷിയറിംഗ് സ്റ്റേജ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അൺഡ്രെയിൻഡ് ടെസ്റ്റ് ഇവിടെയാണെങ്കിൽ കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജേ ഇല്ല. അതുകൊണ്ട് കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് നമ്മൾ കൺഫൈനിങ് പ്രഷർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമ്മൾ നോർമൽ സ്ട്രെസ് കൊടുക്കണമെങ്കിൽ ട്രയാക്സൽ ടെസ്റ്റിൽ നമ്മൾ കൺഫൈനിങ് പ്രഷറാണ് കൺസോൾട്ടേഷൻ സ്റ്റേജ് കൊടുക്കുന്നത്. പക്ഷേ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, അതായത് അൺകൺഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ കൺഫൈനിങ് പ്രഷർ ഇല്ല. കാര്യം എന്താ, അവിടെ കൺസോൾട്ടേഷൻ സ്റ്റേജേ ഇല്ല. മറ്റേത് ട്രയാക്സൽ ടെസ്റ്റ് എല്ലാ സോയിൽ ടൈപ്പിൽ ഉപയോഗിക്കാമെങ്കിൽ എന്ത് ചെയ്യും, ഇത് വന്നിട്ട് ക്ലേ സോയിൽസിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ട്രയാക്സൽ ടെസ്റ്റ് എല്ലാ ഡ്രെയിനേജ് കണ്ടീഷനിലും പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഡ്രെയിനേജ് ഇല്ല, അതാണ് സത്യം. ഇതിൽ ഡ്രെയിനേജ് ഇല്ല, കൺസോൾട്ടേഷൻ സ്റ്റേജും ഇല്ല, അതേപോലെ തന്നെ ഷിയറിംഗ് സ്റ്റേജിൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുകയില്ല. ഇതിലും ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, QU = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ പിന്നെന്താ, ഇതിൽ ക്ലേക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്ലേയിൽ എന്തോന്ന് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എപ്പോഴും =0 ആയിരിക്കും. അതുകൊണ്ട് ആ ഇക്വേഷൻ വന്നിട്ട് നമ്മൾ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് Q∪U = 2C ആയിട്ട് അതെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. tan 45 1 അല്ലേ വാല്യൂ, അപ്പം ആ 5 0 ആയിട്ട് പോയി ബാക്കി 2C. ഇത് നമ്മൾ എപ്പോഴും കേട്ടുള്ള ഇക്വേഷനാണ്. ആ ഒരു ഇക്വേഷനിലെ ചെറിയൊരു ഇക്വേഷൻ നോട്ട്, സ്മോൾ Q∪U, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ Q∪U = 2C, അല്ലെങ്കിൽ സ്മോൾ Q∪U = 2C. സ്മോൾ Q∪U എന്ന് വെച്ചാൽ അൺകൺഫൈനിങ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ QU = 2C QU എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ കൊഹിഷൻ കണ്ടുപിടിക്കാതെ എന്ന് ചോദിച്ചാൽ നമ്മൾ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഫെയിലർ, അതിനാണ് നമ്മൾ ഏരിയ ഓഫ് ഫെയിലർ ഒക്കെ കണ്ടുപിടിച്ച് ലോഡും കണ്ടുപിടിച്ച് നമുക്ക് അതിൽ നിന്ന് കൊഹിഷൻ കണ്ടുപിടിക്കും. അതേപോലെ ഏരിയ ഓഫ് ഫെയിലർ കണ്ടുപിടിക്കാൻ AF മീൻസ് ഏരിയ ഓഫ് ഫെയിലർ, V / L - Δl നമ്മൾ ചേഞ്ച് ചെയ്ത് A/1 - സ്ട്രെയിൻ എന്നും കൊടുക്കാറുണ്ട്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. V എന്ന് വെച്ചാൽ ഇനിഷ്യൽ വോളിയം ഓഫ് സോയിലാണ്. L എന്ന് വെച്ചാൽ ഇനിഷ്യൽ ലെങ്ത് ഓഫ് സോയിൽ. Δl എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അത് നോക്കിക്കോളാം, അതിൻ്റെ ഫിഗറും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് നോക്കി, ട്രയാക്സിൽ ടെസ്റ്റ് നോക്കി, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് നോക്കി. അടുത്ത വെയിൻ ഷിയർ ടെസ്റ്റ്, ഇതൊരു ഫീൽഡ് ടെസ്റ്റാണ്. മറ്റേത് ക്ലേയിലാണ്. ഇതിന് മുന്നേ ഉള്ള അൺകൺഫൈൻഡ് കംപ്രഷൻ
കംപ്രഷൻ ടെസ്റ്റ് ക്ലേയിലാണ് കൊടുക്കണമെങ്കിൽ ഈ വെയിൻ ഷിയർ ടെസ്റ്റ് വന്നിട്ട് നമ്മൾ സോഫ്റ്റ് ക്ലേയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും അൺഡ്രെയിൻഡ് കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഇതിലെന്ന് വെച്ചാൽ ഇത് ഫീൽഡിൽ കൊണ്ടുവച്ച് നമ്മൾ എക്യുപ്മെൻറ്റിൻ്റെ ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ എക്യുപ്മെൻറ്റ് വെച്ച് നമ്മൾ ഫീൽഡിൽ കൊണ്ടൊരു ടോർക്ക് ട്വിസ്റ്റിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വെയിൻ ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സോയിലിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊരു അതങ്ങ് പെനിട്രേറ്റ് ചെയ്ത് പോകും. അത്രയ്ക്ക് ഷാർപ്പ്സാണ്. അപ്പോൾ അത് പെനിട്രേറ്റ് ചെയ്ത് നമ്മൾ ടോർക്ക് കൊടുക്കും. എപ്പോഴും ഈ ഷിയർ കാരണം സോയിലിൽ ഫെയിലർ സംഭവിക്കും. ടിൽ ദ സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ. അപ്പം വെയിൻ ഷിയർ എക്യുപ്മെൻറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ സോയിൽ ആൻഡ് ടോർക്ക് ഈസ് അപ്ലൈഡ് ടിൽ ദി സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ ആണ്. അപ്പോൾ ഷിയർ സംഭവിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യും, അത് സോയിൽ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ടോർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് 2 കേസ് പറയുന്നുണ്ട്. ഇതും ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 കേസിൽ 2 ഇക്വേഷൻ. ഇപ്പം നമ്മൾ കേസ് 1 എന്ന് വെച്ചാൽ ബോത്ത് ഫേസസ് ഓഫ് വെയിൻ ഷിയർ ഓഫ് ദി സോയിൽ. അപ്പം 2 സോയിലിൻ്റെ എന്ന് വെച്ചാൽ ബോത്ത് ഫേസസ് ഓഫ് വെയിൻ ഷിയർ ഓഫ് ദി സോയിൽ 2 ഫേസിൽ നമ്മൾ വെയിൻ ഷിയർ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ടോർക്കിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. T = πd² cu × h/2 + d/6. രണ്ടാമത് പറയുന്നതെന്ന് വെച്ചാൽ കേസ് 2 ഇഫ് ബോട്ടം ഫേസ് ഓഫ് വെയിൻ ഷിയർ സോയിൽ. അപ്പം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടം ഫേസിലുള്ള സോയിലിൻ്റെ ഫേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിലുള്ള ഇക്വേഷൻ ടോർക്ക് T = എന്താണ് വരുന്നത്, πd² cu × h/2 + d/12. മറ്റേത് 6 ആണെങ്കിൽ ഇത് 12. മറ്റേത് 2 ഫേസസും എടുക്കുമെങ്കിൽ മറ്റേതിൽ കേസ് 1 2 ഫേസ് എടുക്കും. കേസ് 2 എന്ന് പറയുന്നത് ബോട്ടം ഫേസ് ഓഫ് വെയിൻ ഷിയർ സോയിൽ. വെയിൻ ഷിയർ സോയിലിൻ്റെ ബോട്ടം ഫേസ് മാത്രമേ എടുക്കത്തുള്ളൂ. അതാണ് ടി എന്ന് വെച്ചാൽ ടോർക്ക് അറ്റ് വിച്ച് ഷിയർ ഫെയിലർ ഒക്കർ. സി എന്ന് വെച്ചാൽ അൺഡ്രെയിൻഡ് കോഷൻ ഓഫ് ക്ലേ ആണ്. പിന്നെ ഡി ഡയമീറ്റർ ഓഫ് വെയിൻ ആണ്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വെയിൻ ആണ്. ദെൻ പറയുന്ന ഹൈറ്റ് ഓഫ് വെയിൻ നമുക്ക് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഡയമീറ്റർ ഓഫ് വെയിൻ മാത്രം തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് വെയിൻ എന്ന് വെച്ചാൽ ഈ ഡയമീറ്റർ ഓഫ് വെയിൻ്റെ 2 ഇരട്ടിയാണ്. അതായത് ഹൈറ്റ് ഓഫ് വെയിൻ = 2 × ഡയമീറ്റർ ഓഫ് വെയിൻ ആണ്. അപ്പോൾ നമ്മൾ 4 എന്ന് വെച്ചാൽ ഷിയർ ഫെയിലർ കണ്ടുപിടിക്കാൻ 4 ടെസ്റ്റ് പഠിച്ചു, 2 സ്റ്റേജസ് പഠിച്ചു, 3 ഡ്രെയിനേജ് കണ്ടീഷൻ പഠിച്ചു. അപ്പം ഫസ്റ്റ് 2 സ്റ്റേജസ് ഏതൊക്കെയാണ്, കൺസോൾട്ടേഷൻ സ്റ്റേജും ഷിയറിംഗ് സ്റ്റേജും. 3 ഡ്രെയിനേജ് കണ്ടീഷൻ ഏതൊക്കെയാണ്, അൺകൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റും, സെക്കൻഡ് 1 കൺസോൾട്ടേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റും, തേർഡ് 1 നമ്മൾ എന്താണ് പറയുന്നത്, കൺസോൾട്ടേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ UU ടെസ്റ്റ്, CU ടെസ്റ്റ് ആൻഡ് CD ടെസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ് ഈ ഷിയർ ടെസ്റ്റസ്, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ട്രയാക്സിയൽ ടെസ്റ്റ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, വെയിൻ ഷിയർ ടെസ്റ്റ്. ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കണം. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ എക്സാമിന് മുമ്പ് നോട്ട് ചെയ്തിട്ട് പോകണം. നെറ്റിൽ കാണും. അടുത്തത് നമ്മൾ എന്താണ്, ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ ഫിഗർ, സെക്കൻഡ് കൊടുക്കുന്നത് ട്രയാക്സിയൽ ടെസ്റ്റിൻ്റെ ഫിഗർ, തേർഡ് കൊടുത്തിരിക്കുന്നത് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റിൻ്റെ ഫിഗർ, ഫോർത്ത് കൊടുത്തത് വെയിൻ ഷിയർ ടെസ്റ്റിൻ്റെ ആ ഒരു വെയിൻ ഷിയർ ടെസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഫിഗറാണ് കൊടുത്തത്. എല്ലാ ഇൻസ്ട്രുമെൻ്റ് ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫിഗർ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, താങ്ക് യു.